നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ യുവത്വം നിലനിർത്താൻ വേണ്ടിയും ചുളിവുകളുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി നമുക്ക് ഒരു ഏജ് കുറവായിട്ട് തോന്നിക്കാനും ഒക്കെ തന്നെ നമ്മളെ സഹായിക്കുന്ന വീട്ടിൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എണ്ണ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഇത് ഒരുപാട് സ്കിൻ കണ്ടീഷൻസിന് വേണ്ടിയിട്ട് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് സ്കിന്നൊന്ന് ഗ്ലോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കരിമംഗലത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും കാലാകാലങ്ങളായിട്ട് ഇതുപോലെയുള്ള സ്കിൻ പ്രശ്നങ്ങളൊക്കെ തന്നെ നിങ്ങൾ നേരിടുന്നതാണെന്നുണ്ടെങ്കിലും ഈ ഒരു എണ്ണ യൂസ് ചെയ്തത് നമ്മൾ നിരന്തരം യൂസ് ചെയ്യുന്നതിലൂടെ തന്നെ നല്ല മാറ്റങ്ങൾ തന്നെ ലഭിക്കുന്നതാണ്. അതുപോലെ മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങൾ, മുഖക്കുരു വന്നു പോയിട്ടുള്ള പാടുകൾ മാറാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ ഒരു എണ്ണ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന വീഡിയോ തന്നെയാണ്. ഒരുപാട് ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ സ്കിൻ കണ്ടീഷൻസ് അല്ലെങ്കിൽ സ്കിൻ പരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവലിനെയും ഒക്കെ തന്നെ വല്ലാതെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു നല്ല രീതിയിൽ നമുക്കൊരു ക്ലിയർ സ്കിൻ ഉണ്ടാവണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ മാറ്റി ക്ലിയർ സ്കിൻ ആക്കാനും അതുപോലെ നമുക്കൊരു ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ ലഭിക്കാൻ വേണ്ടിയിട്ടും ആഗ്രഹിക്കുന്നവരാണ്. മെലാസ്മയുടെ പ്രശ്നങ്ങളായിക്കോട്ടെ, ഈ കരിമംഗലത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് വരികയും സ്കിൻ കണ്ടീഷൻസിന് വേണ്ടിയിട്ടുമൊക്കെ ഒരുപാട് ട്രീറ്റ്മെന്റ്സുകൾ നമ്മൾ പുറമേ നിന്ന് എടുക്കാറുണ്ട്. ലൈറ്റനിങ് ട്രീറ്റ്മെന്റ്സ്, പീലിംഗ് ട്രീറ്റ്മെന്റ്സ്, ഒരിക്കൽ അടങ്ങിയിട്ടുള്ള ഒരുപാട് ട്യൂബ്സും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ ഇതിൽ നിന്നുമൊന്നും നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ലഭിക്കുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതിനോടൊപ്പം ആ ഒരു സമയത്ത് മാത്രമാണ് ബെനിഫിറ്റ്സ് ലഭിക്കുന്നത്. ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ വീണ്ടും ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ തിരിച്ചു വരുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ മാറ്റാൻ വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ബേസിക് ആയിട്ട് നമ്മൾ ഈ ഒരു എണ്ണ പ്രിപ്പയർ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം നമ്മുടെ ഡയറ്റ്സിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ കരിമംഗലത്തിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സ്കിൻ ഗ്ലോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ പുറമേ മാത്രമല്ല നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിലും, അതായത് നമുക്ക് സ്കിന്നിൽ ഏകദേശം ഒരു 7 ലെയറെങ്കിലും ഉണ്ട്. അപ്പം ഈ ലെയറിന്റെ ഏറ്റവും ലാസ്റ്റത്തെ ലെയറിലാണ് നമ്മൾ നല്ല ന്യൂട്രീഷ്യൻസും കാര്യങ്ങളും കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പുറമേക്കും ഈ ഒരു തെളിച്ചം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നമ്മൾ പുറമേ ആപ്ലിക്കേഷൻ വഴിയും നമുക്ക് ഇതുപോലെ തന്നെ സ്കിന്നിനെ നമുക്ക് ബ്രൈറ്റൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ നല്ല ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കാര്യങ്ങൾ കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും അതുപോലെ തന്നെ നമുക്ക് വിറ്റമിൻ ഡിയുടെ കുറവുകളോ അല്ലെങ്കിൽ വിറ്റമിൻ സിയുടെ കുറവോ ഒക്കെ നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുകയും അതിനനുസൃതമായിട്ട് മെഡിസിൻസ് എടുക്കുകയോ അതിനനുസൃതമായിട്ടുള്ള ഭക്ഷണങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നന്നായി വെള്ളം കുടിക്കുമ്പോഴാണ് ശരീരത്തിനൊക്കെ തന്നെ ചുളിവുകളൊന്നും ഇല്ലാതിരിക്കാനും അതുപോലെ നമ്മുടെ സ്കിൻ എപ്പോഴും ബ്രൈറ്റ്നെസ് നിലനിർത്താൻ വേണ്ടിയിട്ടും മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്താനും സഹായിക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എക്സസൈസ് ആണ്. ഒരു 20 മിനിറ്റ് എങ്കിലും നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പോർസ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് അമിതമായിട്ടുള്ള ശരീരത്തിലെ കൊഴുപ്പും മാലിന്യങ്ങളൊക്കെ പുറം തള്ളി പോകാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിൻ എപ്പോഴും ക്ലിയർ ആയിട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സ്ട്രെസ് കുറയ്ക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്ട്രെസ് ഓട്ടോമാറ്റിക്കലി കുറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുകയും അതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഹോം റെമഡീസ് നമുക്ക് ഈ ഒരു എണ്ണ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ ഒരു പഴയ പോലെ തന്നെ നമുക്ക് ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനും അതുപോലെ യുവത്വം നിലനിർത്താനായിട്ടും സാധ്യമാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് തിരഞ്ഞെടുത്തിട്ടുള്ള ഏറ്റവും നല്ലൊരു എണ്ണയാണ് ഇവിടെ പറയുന്നത്. ഇതിന് ആവശ്യമായിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഒരു പെന്നും പേപ്പറും എടുത്തിട്ടിരിക്കുക, നോട്ട് ചെയ്തിട്ട് തന്നെ പോവുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ്, ഈ ഒരു എണ്ണ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളത് എള്ളെണ്ണയാണ്. എള്ളെണ്ണ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആയുർവേദത്തിൽ തന്നെ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എണ്ണയാണ്. ഹെയറിനും അതുപോലെ സ്കിന്നിനും അതുപോലെ ഹെൽത്ത് കണ്ടീഷൻസിനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇത് സ്കിൻ കണ്ടീഷൻസിന് എങ്ങനെയാണ് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് ഒരു നിറം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സഹായിക്കുകയും ഇത് കൂടാതെ തന്നെ നമുക്ക് സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷൻ, നമ്മൾ ഒരുപാട് പേരും സൺസ്ക്രീൻസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വളരെ നല്ലതാണ്. ഇതിനോടൊപ്പം സൺസ്ക്രീൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സൺസ്ക്രീൻസ് യൂസ് ചെയ്യാം. ഇനി യൂസ് ചെയ്യാത്തവരാണെങ്കിൽ പോലും ഈ ഒരു തൈലം യൂസ് ചെയ്യുന്നത് കൊണ്ടും ഈ ഒരു സൺ പ്രൊട്ടക്ഷൻ എന്നുള്ള
രീതിയിൽ നമുക്കത് ലഭിക്കുന്നതാണ്. കാരണം ഈ തിലതൈലം എന്ന് പറയുന്നത് UV റേസിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഈ സണ്ണിന്റെ റേസിൽ നിന്നൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഘടകം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിലതൈലം നമ്മൾ എടുക്കേണ്ട അളവെന്ന് പറയുന്നത് 3 ടേബിൾ സ്പൂൺ ആണ് പറയുന്നത്. അതായത് ഒരു സ്പൂണിനെ കഴിഞ്ഞും കുറച്ചും കൂടി വലുതാണ് ടേബിൾ സ്പൂൺ. നമ്മൾ കറിയൊക്കെ എടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു തവിയാണ് ഒരു ടേബിൾ സ്പൂൺ ആക്കിയിട്ട്, അത്രയും ഇല്ലെങ്കിൽ പോലും അത്രയും വലിയ ഒരു സ്പൂണാണ് നമ്മൾ ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു 3 ടേബിൾ സ്പൂൺ ആണ് നമ്മൾ എള്ളെണ്ണ എടുക്കേണ്ടത്. ഇനി രണ്ടാമതായിട്ട് വരുന്നത് നമുക്ക് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്താനും കൂടാതെ തന്നെ നമ്മുടെ സ്കിന്നിനെ ചെറുപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടും ചുളിവുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും വെളിച്ചെണ്ണ കൊണ്ട് സാധിക്കുന്നതാണ്. വെളിച്ചെണ്ണ എടുക്കേണ്ട അളവെന്ന് പറയുന്നതും 3 ടേബിൾ സ്പൂൺ തന്നെ എടുക്കേണ്ടത്. അതായത് എള്ളെണ്ണയും വെളിച്ചെണ്ണയും സെയിം എമൗണ്ടിലാണ് ഈ ഒരു നമുക്ക് എണ്ണ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. മൂന്നാമതായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടി മധുരമാണ്. ഇരട്ടി മധുരം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നാച്ചുറൽ ആയിട്ട് ഗ്ലോ നൽകാൻ വേണ്ടിയിട്ടും സഹായിക്കുകയും നമ്മുടെ കരിമംഗലത്തിന്റെ പ്രധാന പ്രശ്നങ്ങൾ, കരിമംഗലത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു ഇരട്ടി മധുരം കൊണ്ട് മാറിക്കിട്ടുന്നതാണ്. ഇരട്ടി മധുരം എടുക്കേണ്ടത് 1 സ്പൂണാണ്. ഇരട്ടി മധുരം എടുക്കേണ്ടത് 1 സ്പൂണ് ഇരട്ടി മധുരത്തിന്റെ പൊടിയാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് അങ്ങാടി കടയിൽ നിന്ന് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ഇരട്ടി മധുരത്തിന് പൊടി കിട്ടുന്നതാണ്. ഇല്ല ഇരട്ടി മധുരമായിട്ട് തന്നെ വാങ്ങിയിട്ട് വീട്ടിൽ വളരെ എളുപ്പത്തിൽ പൊടിച്ചെടുക്കാൻ പറ്റുന്നതുമാണ്. എല്ലാം നല്ല ഫൈൻ ഒരു പൊടിയായിട്ടുള്ള രീതിയിൽ തന്നെ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് 1 സ്പൂണാണ് നമ്മൾ ഇരട്ടി മധുരം പൊടി എടുക്കേണ്ടത്. അടുത്തതെന്ന് പറയുന്നത് ജാതിക്കയുടെ കുരുവാണ് എടുക്കേണ്ടത്. ജാതിക്കയുടെ കുരു എന്ന് പറയുന്നത് ഇതുപോലെ കരിമംഗല്യം കുറയ്ക്കാനും ചുളിവുകൾ കുറയ്ക്കാനും പ്രായം കുറവ് തോന്നിക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നതാണ്. കാരണം ഇത് ആന്റി ഏജിങ്ങിൽ നമുക്ക് പ്രധാനമായിട്ടും യൂസ് ചെയ്യാൻ പറ്റുകയും നമുക്ക് പിമ്പിൾസ് മാറിപ്പോയിട്ടുള്ള പാടുകൾ, ഇപ്പം എത്ര വർഷമായിട്ടുള്ള പാടുകളാണെങ്കിൽ പോലും ഈ പാടുകളൊക്കെ തന്നെ മങ്ങി നമുക്ക് ക്ലിയർ സ്കിൻ നൽകാൻ വേണ്ടിയിട്ട് ഈ ജാതിക്കയുടെ കുരു കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ജാതിക്ക കുരു, ഒരു ജാതിക്കയുടെ കുരുവാണ് നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ളത്. ഇതൊന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് അതിനകത്ത് ആ ഒരു പൊടി എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ പൊടി, ഈ ഒരു ജാതിക്കയുടെ പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി അടുത്തതെന്ന് പറയുന്നത് കറുവപ്പട്ടയാണ്. പാടുകൾ മാറ്റാൻ വളരെ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് മുഖക്കുരു വന്നു പോയിട്ട് പാടുകളൊക്കെ മാറാതെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും അതുപോലെ അൺഈവൻ സ്കിൻ ടോൺസ് ഉണ്ടല്ലോ, അൺഈവൻ സ്കിൻ ടോൺസിനും ഒക്കെ തന്നെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കറുവപ്പട്ടയുടെ പൊടി നമ്മൾ വീട്ടിൽ നോർമലായിട്ട് ഉണ്ടാകുന്ന കറുവപ്പട്ടയുടെ പൊടി തന്നെ പൊടിച്ചിട്ടെടുത്താൽ മതി. ഇത് നമ്മൾ 1 സ്പൂണാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും എമൗണ്ട്, അത് 5 കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എണ്ണ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ട് ഇട്ട് വെക്കുക. ഇതെല്ലാം പൊടികളൊക്കെ തന്നെ ഈ 2 തൈലങ്ങളിലും നമ്മൾ ഒഴിച്ചു വെക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ എടുത്ത് വെക്കുക. എന്നിട്ട് ഇത് ഒരു ചെറുതായിട്ട് മൂടി വെക്കുക. ഗ്ലാസ് കണ്ടെയ്നറിൽ മൂടി വെച്ചിട്ട് നമ്മൾ അപ്പം തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് വെയിൽ കൊള്ളിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ നല്ല വെയിൽ, ഇപ്പോൾ ഈ ഒരു സമയങ്ങളൊക്കെ നല്ല വെയിലുള്ള സമയങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ്. ഏകദേശം ഒരു 10 ദിവസമെങ്കിലും നിങ്ങളിത് വെയിലത്ത് വെച്ചതിന് ശേഷം മാത്രമാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ചൊരു കാലതാമസം എടുക്കും, 10 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നല്ല എഫക്റ്റ് തന്നെ നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ നമ്മൾ വെയിലത്ത് രാവിലെ വെക്കുക. എന്നിട്ട് ഒരു വെള്ള തുണി കൊണ്ട് ആ മൂടിയുടെ ഭാഗം കുറച്ച് സമയം നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് വെക്കാം. ബാക്കി സമയം നമ്മൾ അടച്ചിട്ട് നമുക്കൊരു തുണി അതിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ഒരു വെള്ള തുണി അതിൻ്റെ മുകളിലൊക്കെ ഇട്ടതിന് ശേഷം ഇത് വെയിലത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏകദേശം ഒരു 10 ദിവസം നിങ്ങൾ ഇത് നല്ല രീതിയിൽ വെയിൽ കൊള്ളിക്കണം. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് എടുത്ത് വെക്കുക. വീണ്ടും പിറ്റേ ദിവസം ഇതുപോലെ തന്നെ വെയിൽ കൊള്ളിക്കുക. ഏകദേശം 10 ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയാം. നമുക്ക് ശരീരം മുഴുവനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. കുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ കുളിക്കുന്നതിന് നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ മുന്നേ ആയിട്ട് പൂർണ്ണമായിട്ടും നമ്മൾ ഈ ഒരു തൈലം തേച്ചതിന് ശേഷം നമുക്ക് 1 മണിക്കൂറിന് ശേഷം കടലമാവും അതുപോലെ തന്നെ തൈരോ കടലമാവോ ഇട്ടിട്ടോ അല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ കടലമാവ് മിക്സ് ചെയ്തിട്ടോ നമുക്ക് ഉപയോഗിക്കാം. കടലമാവ് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഓട്സിൻ്റെ പൊടി ഉപയോഗിച്ചിട്ടും ഈ ഒരു എണ്ണ കഴുകി കളയാവുന്നതാണ്. സോപ്പ് യൂസ് ചെയ്യുന്നതിലും നല്ലത് ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് കഴുകി കളയുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് സോപ്പിൻ്റെ ആവശ്യം പോലും ഇതില്ല. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് സോപ്പ് ഇടണമെന്ന് പോലും ഇല്ല. കാരണം നമുക്ക് അതിനുശേഷം നമ്മൾ കടലമാവ് യൂസ് ചെയ്തിട്ട് കളയുമ്പോൾ നമുക്ക് ആ ഒരു മോയ്സ്ചർ കണ്ടന്റ് നമ്മുടെ സ്കിന്നിനെ നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം സോപ്പ് ഉപയോഗിക്കാതിരിക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് രാത്രി
രാത്രിയിൽ 2 രീതിയിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒന്ന് കുളിക്കുന്നതിന് മുന്നേ ആയിട്ടും മറ്റൊന്ന് നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുൻപേ ആയിട്ട് നമുക്ക് ഒരു ഫേഷ്യൽ മസാജ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഏകദേശം 2-3 തുള്ളി മാത്രമായിട്ട് എടുക്കുക. എന്നിട്ട് ഫേസിന് മാത്രം ഒരു ഫേസ് മസാജ് കൊടുക്കുക. ഫേസിനും കഴുത്തിനും ഒക്കെ കൊടുക്കാം. അപ്പോൾ ഫേസ് മസാജ് കൊടുത്തതിന് ശേഷം നമ്മൾ അതുപോലെ ഉറങ്ങുക. പിറ്റേ ദിവസം രാവിലെ നമ്മളിത് കഴുകിക്കളയാവുന്നതാണ്. ഇതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ മാറ്റം നല്ലതുപോലെ മനസ്സിലാവുന്നതാണ്. ചുളിവുകൾ കുറയുന്നതും ഫൈൻ ലൈൻസ് കുറവായിട്ട് തോന്നുകയും അതുപോലെ കരിമംഗലത്തിൻ്റെ ഒക്കെ തന്നെ ലൈറ്റൻ ആയി വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇത് 1-2 ദിവസം മാത്രമല്ല യൂസ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് ഒരു റൊട്ടീൻ പോലെ, അതായത് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റുന്നത് പോലെ തന്നെ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുമെങ്കിൽ പോലും ഇത് ഒരുപാട് നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഈ ചില്ല് പാത്രത്തിൽ തന്നെ നമുക്ക് അടച്ച് നന്നായി സ്റ്റോർ ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് സ്കിൻ ടൈപ്സ്, എന്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിലും ഇത് ഉപയോഗിക്കാം. പക്ഷെ ഓയിലി സ്കിന്നുകാർക്കാണ്, നിങ്ങൾക്ക് ഓയിൽ കൂടുതലായിട്ട് മുഖത്തൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ രാത്രിയിലുള്ളത് നിങ്ങൾക്ക് ഒരു 5 തൊട്ട് ഒരു 10 മിനിറ്റ് വരെ നമുക്ക് ഫേഷ്യൽ മസാജ് ചെയ്യുമല്ലോ, 5 തൊട്ട് ഒരു 10 മിനിറ്റ് വരെ നമ്മൾ ഫേഷ്യൽ മസാജ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകിക്കളയാവുന്നതാണ്. അത് നമുക്ക് കടലമാവോ അരിപ്പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഓട്സിൻ്റെ പൊടിയോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകിക്കളയുക. എന്നിട്ട് നിങ്ങൾ കിടക്കുക. ഡ്രൈ സ്കിന്നും കോമ്പിനേഷൻ സ്കിന്നുകാർക്കും അതുപോലെ തന്നെ രാത്രിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓയിലി സ്കിന്നുകാർക്ക് കുളിക്കുന്നതിന് ഏകദേശം ഒരു 15 മിനിറ്റ് മുന്നേ മാത്രം നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്താൽ മതി. എണ്ണ തേച്ച് വെച്ചിട്ട് 15 മിനിറ്റിന് ശേഷം കുളിക്കാവുന്നതാണ്. ഇതുപോലെ സോപ്പ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് വല്ലാണ്ട് ഓയിൽനെസ് കൂടുകയാണ് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോപ്പ് യൂസ് ചെയ്തിട്ട് കഴുകിക്കളയാവുന്നതാണ്. പക്ഷേ ഡ്രൈ സ്കിന്നാരും കോമ്പിനേഷൻ സ്കിന്നുകാർക്കും 1 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം കുളിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ കുളിക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ ആയിട്ടും എല്ലാ ദിവസവും കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഫേസ് മസാജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല മാറ്റം തന്നെ, നല്ല ഗ്ലോ തന്നെ നിങ്ങൾക്ക് മുഖത്തിനും ശരീരത്തിനും ഒക്കെ തന്നെ ലഭിക്കുന്നതാണ്. അതുപോലെ ചുളിവുകളുടെ പ്രശ്നങ്ങൾ ഉള്ളവർക്കും കരിമംഗലത്തിന്റെ പ്രശ്നങ്ങളുള്ളവർക്കും അത് കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതുമാണ്. ഇത് നമുക്ക് ഒരുപാട് കാലം വരെ സ്റ്റോർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ പറ്റിയുള്ള കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഏതെങ്കിലും വിഷയത്തെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അതും പറയുക. അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് കാണാം.